ഞാനേ സാറെ വന്നപ്പോ തൊട്ട് ചോദിക്കണം നോത്താ സാറേ ഈ പ്രായത്തിൽ ഈ ഗ്ലാമർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെ? എനിക്ക് അങ്ങനെ തോന്നലില്ല. അതാണ് ഏറ്റവും നല്ല കാര്യം. അല്ല എന്നാലും സൗന്ദര്യത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടില്ല സാറേ. നാളെ നമ്മള് മാന്യമായിട്ട് ജീവിക്കുക, കുശുമ്പും കുന്നായ്മ മനസ്സിൽ പാടില്ല. നല്ല മനസ്സാണെങ്കിൽ മുഖത്തിനും അതിന്റെ ഐശ്വര്യം കാണും. എന്തായാലും സൗന്ദര്യത്തെക്കുറിച്ച് എനിക്കൊരു സങ്കല്പമുണ്ട്, നോബിക്ക് സങ്കല്പമുണ്ട്, സാറിനും സങ്കല്പമുണ്ട്. അല്ല സാറേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് സാറേ പുട്ടും പയറും. പുട്ട് മാത്രമല്ല, ഇപ്പം പയറ് കിട്ടാനില്ല. പയറ് വൈഫ് പൊടിച്ച് മുഖത്തിട്ടേക്കാണ് ഇപ്പം പയറ് പൊടിയായിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞൊന്നുമല്ല സൗന്ദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം. സൗന്ദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇപ്പൊ കാണാം ഇവിടെ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ലിയ. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എവിടെയാണ്? അത് പറയരുത് സാർ പറയൂ, എന്താണ് സാറിന്റെ അഭിപ്രായം? സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ മനസ്സാണ്. വേറെ എന്തെങ്കിലും? അല്ല, മഴ നിർത്തില്ല. സ്ത്രീയുടെ ആകർഷകത്വം എന്ന് പറയുന്നത് മുഖമാണ്. പിന്നീടുള്ളത് ഞാൻ പറയണ്ടല്ലോ, അറിയാമല്ലോ. വേണ്ട. പക്ഷെ എൻ്റെ അഭിപ്രായത്തിലേ അത് സൗന്ദര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുടിയിലല്ല, കണ്ണിലല്ല, മുഖത്തിലല്ല, അത് ഞങ്ങളുടെ ഹാൻഡ് ബാഗിനകത്താണ്. കാരണം പൗഡർ, കൺമഷി, ലിപ്സ്റ്റിക്ക്, ഐലൈനർ, ഐഷാഡോ, ഐബ്രോ പെൻസില്, ബ്ലഷ്, ഹൈലൈറ്റർ എന്ന് തുടങ്ങി സകല സൗന്ദര്യവർദ്ധക വസ്തുക്കളും അത്യാവശ്യത്തിന് ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഞങ്ങളുടെ ഹാൻഡ് ബാഗിനകത്ത് കാണും. പക്ഷേ ചില സമയത്ത് ഞങ്ങളൊരു നിപ്പുണ്ട്. യുദ്ധഭൂമിയിൽ ആയുധങ്ങൾ നഷ്ടപ്പെട്ട ഭടന്മാരെ പോലെ ഹാൻഡ് ബാഗ് എടുക്കാൻ മറന്നിട്ട്. പക്ഷെ ആ സമയത്തും ഒരൊറ്റ ലിപ്സ്റ്റിക്ക് മതി, ലോകം ഞങ്ങൾ കീഴടക്കും. അതുകൊണ്ട് ഞങ്ങൾ ചുണ്ടിലടിക്കും, കവിളിലടിക്കും, കണ്ണിൻ്റെ മീതെ അടിക്കും, വേണമെങ്കിൽ ഒരു പൊട്ടും തൊടും. പിന്നെ ഈ വർഷങ്ങൾ കൂടുന്തോറും വണ്ടിയുടെ വില കുറയും എന്ന് പറയുന്ന പോലെയാണ് പ്രായം കൂടുന്തോറും സൗന്ദര്യം കുറയും, അല്ലേ? സാറിന്റെ കാര്യത്തിലല്ല, പ്രായം കൂടുന്തോറും സൗന്ദര്യം സ്വാഭാവികമായിട്ട് കുറയും. അതുകൊണ്ട് തന്നെ ഒരു 10-30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യമാണ്, എത്ര വയസ്സായി? എത്ര വയസ്സായി? ചോദിച്ചത് കേട്ടില്ല നോബി ചേട്ടാ, എത്ര വയസ്സായെന്ന്? എത്ര? 33. 33 വേണ്ട, 33x2 35 മതിൽ കെട്ടി നിർത്തി അവിടെ. ഓക്കെ, സെറ്റ്. മേക്കപ്പ് കണ്ടാ അത്രയും തോന്നും. പക്ഷേ എനിക്ക് ആ ചോദ്യം ഭയങ്കര ഇഷ്ടമാ. കാരണം എനിക്ക് 30 വയസ്സായിട്ടില്ല. നടത്ത സ്പീഡ് കുറയ്ക്കണം, തിരുപ്പം താഴെ വീഴും. 30 വയസ്സായിട്ടില്ല, ഞാൻ സമ്മതിച്ചു. സാരമില്ല, ഞങ്ങള് തമ്മില് അങ്ങനൊന്നും അല്ലായിരുന്നു നോബി ചേട്ടാ. കരയരുത്, മറക്കരുത്. കണ്ണീര് വീണാ മേക്കപ്പ് പോകും. സ്ത്രീകൾക്കൊന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അടിയിൽ സംശയം ഇട്ടാ മതി. എനിക്ക് സത്യമായിട്ട് 30 വയസ്സായിട്ടില്ല. പക്ഷേ ഞാൻ ഈ ഫ്ലോറിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അവിടെ പുറത്തൊരു കുട്ടി, അതിന്റെ അറിവില്ലായ്മ കൊണ്ടാന്ന് തോന്നുന്നു, എന്നെ ആന്റി എന്ന് വിളിച്ചു. ആ ഭൂമി പിളർന്ന് അങ്ങ് താഴോട്ട് പോയാൽ മതി എന്ന് എനിക്ക് തോന്നി. സത്യം പറയാലോ, ചേച്ചി, മാമി, അപ്പച്ചി, കൊച്ചമ്മ, കുഞ്ഞമ്മ, വല്യമ്മ, എത്ര നല്ല നല്ല പേരുകളുണ്ട്. എന്നിട്ട് വിളിച്ചേക്കോ ആന്റിന്ന്. 2 ചീത്ത വിളിച്ചാൽ എനിക്ക് ഇത്ര സങ്കടമില്ല, അല്ലേ നോബി അങ്കിൾ? ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി, ടാലിയായി. ഷാജോങ്ങൾ അത് കേക്ക്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, സ്ത്രീകൾ പൊതുവെ പ്രായം തുറന്ന് പറയാറില്ല. എന്നാലും നമുക്ക് അവരുടെ ഹാൻഡ് ബാഗ് നോക്കിക്കഴിഞ്ഞാൽ പ്രായം മനസ്സിലാക്കാൻ പറ്റും. ബാഗിൽ വെച്ചേക്കോ? സൂപ്പർ. അതായത് ഒരു 10-15 വയസ്സിന് താഴെയാണെങ്കിൽ അതിൽ മുട്ടായും കളിപ്പാട്ടും ആയിരിക്കും. ഒരു 20, 25, 30 വയസ്സ് വരെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മേക്കപ്പ് സാധനങ്ങളായിരിക്കും. 35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ട്രബിൾ, പുളിച്ചു തികട്ടൽ, കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ തുടങ്ങിയവയുടെ മരുന്നുകളൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങും. എന്തിന്? ബോഡി സ്പ്രേ മാറ്റി മുട്ടിലടിക്കുന്ന സ്പ്രേ വരെ ആവും. പക്ഷേ ഒരു 45-50 വയസ്സ് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, പിന്നെ അത് പിണ്ണതൈലത്തിൻ്റെയും കോടാലി തൈലത്തിൻ്റെയും രാസ്നാദി പൊടിയുടെയും ഒരു ഗോഡൗൺ ആയിരിക്കും. തുറക്കുമ്പോൾ തന്നെ ഒരു ആര്യവൈദ്യശാലയുടെ മണവും. നോബിച്ചേട്ടൻ്റെ ബാഗ് തുറന്നപ്പോൾ ഇന്നലെ ഒരു മണം വന്നായിരുന്നു. അത് റമ്മിന്റെ. അതൊക്കെ പോട്ടെ, ഒരുത്തം പണ്ടേ ഒന്ന് തുണി മാറുന്നത് ഒളിഞ്ഞു നോക്കിയതിന് അവനെ തെങ്ങി കെട്ടിയിട്ട് അടിച്ച എൻ്റെ കൂട്ടുകാരി ഇപ്പൊ ഗെറ്റ് റെഡി വിത്ത് മീ എന്നും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ 4 ലക്ഷം പേരെ കാണിച്ചുകൊണ്ടാണ് തുണി എടുക്കുന്നത്. എന്നിട്ട് അവളുടെ പരാതി കേൾക്കണം, എൻ്റെ വീഡിയോ 10 ലക്ഷം കണ്ടില്ല, 10 ലക്ഷം പേര് ഇവള് തുണി മാറുന്ന കണ്ടില്ലെന്ന അവളുടെ പരാതി. എന്ത് പറയാനാ,
നാട്ടുകാരോടും വീട്ടുകാരോടും യാതൊരു കൂറും ഇവൾക്ക് ഇല്ലെങ്കിലും പെഡിക്യൂറ് മാനിക്യൂറ് എന്നൊക്കെ 10,000 കളയുന്നുണ്ട്. ഈ ഇടയ്ക്ക് മേക്കപ്പിനേക്കാൾ അതിക്രമമാണ് മേക്ക് ഓവറുകൾ. ഈ ഇടയ്ക്ക് സാജുചേട്ടന്റെ മേക്ക് ഓവർ നടത്തിയ ഒരു ഫോട്ടോസ് ഞാൻ കണ്ടു. പൊന്ന് സാജുചേട്ടാ, മേക്ക് ഓവർ എന്നല്ല മേക്കപ്പ് ഓവർ എന്നാണ് എനിക്ക് പറയാൻ തോന്നിയത്. ഓക്കെ, എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ, ഈ തടിയൊക്കെ ഒന്ന് കുറച്ച് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു മേക്ക് ഓവർ നടത്തി ഫോട്ടോ ഇടണമെന്ന്. പക്ഷെ നടക്കുന്നില്ല സാറേ. മുമ്പൊക്കെ ചോറിൻ്റെ കൂടെ ലേശം കറി കഴിച്ചിരുന്ന ഞാനിപ്പോൾ കറിയുടെ കൂടെ ലേശം ചോറാണ് കഴിക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് കഷായത്തിൻ്റെ രുചിയുള്ള ഒരു സാധനം ഗ്രീൻ ടീ. പക്ഷെ എൻ്റെ തടി കുറയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? വീട്ടുകാരാണ്. എന്നും പച്ചച്ചോറും ചമ്മന്തി അരയ്ക്കുന്ന എൻ്റെ അമ്മ ഞാൻ ഡയറ്റ് തുടങ്ങിയ ചിക്കൻ ബിരിയാണി വെക്കും. ഈ ചിക്കൻ ബിരിയാണി കണ്ട് ഡയറ്റും ചിക്കൻ ബിരിയാണിയും തമ്മിലൊരു മാനസിക സംഘർഷം വന്ന് പ്രഷർ കൂടി ചിലപ്പോൾ ഞാൻ സ്ട്രെസ് മൂത്ത് 1-2 പ്ലേറ്റ് ബിരിയാണി എക്സ്ട്രാ കഴിച്ച് 2 കിലോ കൂടിയെന്നിരിക്കും. എന്നിട്ട് ഞാനും ഭർത്താവും കൂടെ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്താലോ? അതിൻ്റെ താഴെ ചില സോഷ്യൽ മീഡിയ മെഗ്ലോമേനിയാക്സ് കമൻ്റ് ഇടുക, ഇതാര ചേച്ചിയാണോ അമ്മയാണോ അതോ കുഞ്ഞമ്മയാണോ? അല്ലടാ നിൻ്റെയൊക്കെ അമ്മൂമ്മ എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ചിലപ്പോൾ അവന്മാരത് വിശ്വസിക്കും. അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ വണ്ണവും തടിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഈ പെണ്ണുങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ, അപ്പോൾ ആണുങ്ങൾക്ക് സൗന്ദര്യം ഇല്ലേന്ന്? ഉണ്ട്, ആണുങ്ങൾക്കാണ് സൗന്ദര്യം. ആണുങ്ങളൊന്ന് മുഖം കഴുകി മുടി ജീവി കഴിഞ്ഞാൽ തന്നെ സുന്ദരന്മാരാ. ഇപ്പം നമ്മുടെ സാറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, സാർ ആ തേച്ച് മിനിക്ക് ഷർട്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ ഒന്ന് മടക്കി കുത്തി നെഞ്ചും വിരിച്ച് ആ തോക്കും പിടിച്ചൊന്ന് അങ്ങ് വന്ന എൻ്റെ പൊന്നെ മാസല്ല മരണം മാസ്. ഇച്ചായൻ എന്ന് പറഞ്ഞ ഇതാണ് ഇച്ചായൻ അല്ലേ ചായ? എനിക്ക് സുഖിച്ചു. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ അന്നും ഇന്നും എന്നും മലയാളികളുടെ പുരുഷ സൗന്ദര്യ സങ്കല്പത്തിന്റെ അവസാന വാക്ക് അത് മമ്മൂക്കയാണ്. പക്ഷേ മമ്മൂക്കയുടെ ഇപ്പോഴത്തെ പോസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇക്കാന്ന് വിളിച്ച നാവ് കൊണ്ട് ചെക്കാന്ന് വിളിപ്പിക്കുമെന്നാണ് എൻ്റെ പേടി. അപ്പം നിങ്ങൾ പറഞ്ഞത്, സാർ ആദ്യം പറഞ്ഞത് ശരിയാണ്, മനസ്സിലാണ് സൗന്ദര്യം. അതായത് കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം. ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നു, ഞാൻ നിങ്ങളെ കാണുന്നു. ഞാൻ കാണുന്ന നിങ്ങൾ എന്നെ കാണുന്ന നിങ്ങളാണ്, നിങ്ങളെ കാണുന്ന ഞാൻ എന്നെ കാണുന്ന നിങ്ങളാണ്. അപ്പം നാളെ നമ്മൾ തമ്മിൽ കാണണമെങ്കിൽ ഞാൻ ഇപ്പം ഇതിവിടെ വെച്ച് നിർത്തണം. അപ്പം നന്ദി, നമസ്കാരം. സാറേ, ഇപ്പം ഞാൻ സാറിനോടാണ് കഴിഞ്ഞ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചത്. ഇപ്പം നോബിനോട് ചോദിക്കുക, കാരണം പൊങ്കാല മുഴുവൻ നോബിക്കാണ് കിട്ടിയത്. മൊത്തം എന്നെ ടാർഗറ്റ് ചെയ്തായിരുന്നല്ലോ. അതും ഒരു ശകലം പോലും സൗന്ദര്യമില്ലാത്ത എന്നെ തന്നെ എടുത്തിട്ടാണ് ഭയങ്കര നോബി സൗന്ദര്യം ഇല്ല എന്ന് പറയരുത്. നോബിക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറയരുത്. എന്ത് ഉണ്ട്, എന്നാലും ഞാൻ അങ്ങനെ പറയും സൗന്ദര്യം. അല്ല, ഇത് തുറന്നു പറയാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞ അടിപൊളിയായിരുന്നു. കുറേ സൗന്ദര്യ സങ്കല്പത്തിലൂടെ ഞങ്ങളെ കൊണ്ടുപോയി. അപ്പൊ എന്തായാലും അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു സബ്ജക്റ്റ് ആണല്ലോ. അനുഭവം കൊണ്ടുള്ള നല്ലായിരുന്നു, ഗംഭീരമായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തു. ഒത്തിരി ചിരിക്കാനുണ്ടായിരുന്നു. സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇത്രയും ചിരികൾ വന്നെങ്കിൽ അല്ല സാധിച്ചേട്ടാ, എനിക്ക് അതിൽ ഇത്തിരി എതിരഭിപ്രായമുണ്ട്. ഞാനാണ് ഞാനോർത്ത് അശരീരി അതാണ് ഇവിടെ നേരത്തെ ആധാർ കാർഡ് കാണിച്ച് അവമാനിക്കപ്പെട്ടവളാണ് ഞാൻ. ലിയ പറഞ്ഞ കണ്ടന്റിൽ ഒരു കാര്യമുണ്ട്, ഏത് പ്രായം കൂടുന്തോറും സൗന്ദര്യം കുറയോ ചേട്ടാ? പക്ഷെ ഇതല്ല സംഭവിച്ചേക്കണത്. ആധാർ കാർഡിൽ പ്രായം കുറയും തോറും സൗന്ദര്യം കുറയുകയാണ്. പ്രായം കുറയുമ്പോൾ സൗന്ദര്യം കുറയും. പ്രായം കുറയുന്നല്ലേ പറഞ്ഞത്? കുടുംബം കുറയുന്നു പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ വല്ല മനസ്സിലായാ? പറയരുതായിരുന്നു. നല്ല സൗന്ദര്യമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതെ, എല്ലാ കളിയാക്കലും ഞാൻ തിരിച്ച് കളിയാക്കൂല. സാറേ എങ്ങനെയുണ്ടോ സാറേ? ഞാൻ കുഴപ്പമില്ല, മിടുക്കിയ, സംശയമില്ല. നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാ അഭിനന്ദനങ്ങളും കേട്ടോ. താങ്ക് യു സർ. എനിക്ക് സാറിനോടൊരു ചോദ്യം. നമ്മുടെ കയ്യിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും എന്ന് പറഞ്ഞു, അതിലുള്ള ഐറ്റംസിൻ്റെ അവർ പറയുകയും ചെയ്തു. നമ്മുടെ ആണുങ്ങളെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം പാരമ്പര്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ എന്തൊക്കെയാണ് സാർ ഉണ്ടാവാൻ സാധ്യത ഉള്ളത്? എൻ്റെ കയ്യിലാണെങ്കിൽ അതിനകത്തൊരു തോക്കുക. നമ്മൾ ആണുങ്ങളാകുമ്പം നിക്കറാണെങ്കിലും പാൻറ്റാണെങ്കിലും പോക്കറ്റുണ്ട്. നമ്മുടെ ആണുങ്ങൾ ഷർട്ടിന് പോക്കറ്റുണ്ട്. പാവം അതുങ്ങൾ നിൽക്കുന്ന കണ്ടില്ലേ ലിയ, വല്ലതും ഉണ്ടോ? നോ പോക്കറ്റ് മണി.